കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ലെങ്കിലും അയാള് നീയുമായിട്ട് ഇനി എന്താ ബന്ധം? അയാള് താലി കെട്ടാൻ കാത്തിരുന്ന കല്യാണ മണ്ഡപത്തിന്ന് അയാളെ കബളിപ്പിച്ച് ഓടിക്കളഞ്ഞൊന്നും അല്ലല്ലോ നീ? ആണോ? അയ്യോ അയ്യോ ഇല്ലമ്മേ. ദേ ശാലി ഡ്രാമ പിള്ളേരോട്ടുള്ള ഫോട്ടോ കിട്ടി. ആണോ? എവിടെ? നോക്കിയേ. മനസ്സിലായി. വലിയ ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് തിണ്ണമെടുക്കാവൻ കാണിച്ചത്. നാട്ടിലെ കൊട്ടേഷൻ കാര്യം പരിചയമുണ്ടല്ലോ. നരേന്ദ്രന്റെ ദേഹത്ത് കൈവച്ചവന്റെ കൈ ഞാൻ വെട്ടും. ആദ്യം ലച്ചൂൻ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ബ്ലഡി റാസ്കൽ. ആ സ്ത്രീ വസുമതി കുഞ്ഞമ്മന്നല്ലേ മോഹൻദാസ് അവരുടെ പേര് പറഞ്ഞ്? ആ വസുമതിയോ കുസുമതിയോ അങ്ങനെ എന്തുവാ പറഞ്ഞത്? അല്ല, അളിയൻ അവരുടെ വീട്ടിൽ കണ്ടത് ലക്ഷ്മിയത്തിന്റെ ആണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ നീ എന്താടാ കരുതുന്നേ? നരേന്ദ്രൻ നമുക്ക് ഭ്രാന്താന്നോ? അതല്ല അളിയ, അവളെ തന്നെയാണ് അളിയൻ കണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീണ്ടും ഒന്ന് പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏയ് അവിടെ പോയിട്ട് എനിക്ക് കാര്യമില്ലടാ. അതുപറ്റി ഞാൻ അവളെ മാത്രമല്ല അവളെ എന്നെയും കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവളവിടെ നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണല്ലോ. ആ മോഹൻദാസിനെ കൊണ്ട് ഞാൻ രഹസ്യമായ അന്വേഷണം നടത്തി. അവിടെ ഒരു പെൺകുട്ടി ജോലിക്ക് ഉണ്ടായിരുന്നെന്നും അവൾ അവിടെ നിന്ന് മുങ്ങിയെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരി. അപ്പൊ പിന്നെ ഇനി എവിടെ പോണോ നാളെ ഉദ്ദേശിക്കുന്നത്? അന്വേഷിക്കാൻ ഏൽപ്പിച്ച ചെലവന്മാരുടെ കോള് വരാനുണ്ട്. തൽക്കാലം നമുക്കൊരു ചായ കുടിക്കാം. എടോ വണ്ടി ഏതായാലും ഒരു ചായക്കടയിൽ കൊണ്ട് നിർത്തും. ശ്യാമേ, ദോശ തീർന്നു. നീ അടുക്കളയിൽ പോയി ആ ദോശയും എടുത്തിട്ട് വന്നേ. അപ്പോ ഇവിടെ ക്യാഷിൽ ആരുമില്ലെന്നേ. രാജിജന് പോയി എടുത്താ മതി. അപ്പൊ ചായ ആരടിക്കും? ഞാൻ ചായ അടിച്ചോളാം ചേച്ചി. കുടുംബശ്രീ ഹോട്ടലാണല്ലോ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അളിയാ? എനിക്ക് വിശപ്പൊന്നുമില്ലടാ. നീ ഒരു ചായ പറ, ഞാൻ അകത്തേക്കില്ല. അതിനകത്ത് അതെ, 2 ചായ വേണം.
2 ചായ. എന്താ അളിയാ? ലച്ചു അവളുള്ളിലേക്ക് ചായ ഇടയത്. എന്തോന്നളിയത്? ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ചായ. ഇവിടെ ലക്ഷ്മി എങ്ങനെ വരാനാ? നീ എന്നെ പഠിപ്പിക്ക? ലച്ചു 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 അളിയ അളിയ അളി എവിടുന്ന് വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഇത് നമ്മുടെ പഞ്ചായത്ത് പെട്ട സ്ഥലമല്ല. വിടാ എന്നെ. ലച്ചു എന്റെ ലച്ചു ഇവിടെ. ലച്ചു ലച്ചു അളിയ അളിയ ഇങ്ങോട്ട് വന്നേ. പറഞ്ഞേ. ഹലോ ഹലോ, എന്താ പ്രശ്നം? എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ആരാ ഇപ്പൊ ഈ ചായ ഇട്ടത്? എനിക്കുള്ള ഈ ചായ ഇട്ട് ആരാന്ന്? എന്താടി ഇതൊക്കെ? നീ എവിടേക്കായി ഓടുന്നത്? അമ്മേ അമ്മേ, അവിടെ ഒരാള് പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കുക. എനിക്കുള്ള ഈ ചായ ഇട്ട് ആരാന്ന്? എന്താ ചായക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ ലച്ചു എവിടെയെന്ന്? അളി എന്തായി കാണിക്കുന്നത്? എവിടെ ഇവിടുത്തെ അടുക്കള? അവിടെ കാണുള്ളൂ. ലച്ചു അളിയ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത് തനിക്ക് എന്താ വേണ്ടത്? നിന്നെ അവിടെ നിന്നേ. അളിയ ലച്ചു ലച്ചു അളിയ അളിയ നിക്കേ. ലച്ചു എങ്ങോട്ട് കയറി പോന്നേ? അളിയ നീ വലിയ പ്രസിഡന്റ് ആണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിന്റെ പഞ്ചായത്ത് കുളത്തിന് ചുറ്റും ഭരിക്കുമ്പോ മതി. ശാരദ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത് ഉപജീവനത്തിന് വേണ്ടിയാ. ശാരദയുടെ മക്കളെ കൈവയ്ക്കാനും വീട്ടിലെ ഹോട്ടലിൽ കയറി കളിക്കാനും നോക്കിയാ അരിഞ്ഞു കളയും ഞാൻ. നീ എത്ര മുന്തിയവനായാലും. ശാരദാമ്മേ, അവനെ തൊട്ടിട്ട് ശാരദാമ്മയുടെ കൈ നാറണ്ട.
അവനെ ഇങ്ങോട്ട് വിട്. ഞങ്ങള് തീർത്തു കൊടുക്ക അവന്റെ തരിപ്പ്. കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് പോക്കണം കേട് കാണിച്ചിട്ട് ഒരുത്തനും തടിയടാതെ പോയിട്ടില്ല ഇവിടുന്ന്. ഞങ്ങളുടെ ശാലിനി മോളെ കൈ വെച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാനോ? അയ്യോ, ഒന്നും ചെയ്യല്ലേ. സുഖമില്ലാത്ത ആളാ. ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അതിന്റെ ചികിത്സയിലിരിക്കുന്ന ആളാ. അളിയ, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇയാളേതോ ലച്ചുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ചുമ്മാ പെണ്ണുങ്ങൾക്കിടയിൽ ഇടിച്ചു കയറാനുള്ള അടവാ. അയ്യോ, അടവൊന്നല്ല പെങ്ങളെ. ഈ ലച്ചു എന്ന് പറയുന്നത് അളിയന്റെ ഭാര്യയുടെ പേരാ, ലക്ഷ്മി. 2 മാസം മുമ്പ് ഈ ലക്ഷ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. അതിൽ പിന്നെ അളിയൻ ഇങ്ങനെയാ, കാണുന്ന പെണ്ണുങ്ങളൊക്കെ ലച്ചു ആണെന്ന് വിചാരിക്കും. ആ വിചാരം ഞങ്ങളങ്ങ് മാറ്റി കൊടുത്തേക്കാം. നല്ല അടിയാ അതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അയ്യോ, ഒന്നും ചെയ്യില്ല. അളിയൻ ഇങ്ങ് വന്നേ. വാ. ഞാൻ ആരാന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാടാ. അയ്യോ കൃഷ്ണേട്ടാ, വേണ്ട. മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടല്ലേ? ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ പാവം. കൊണ്ടുപോയിക്കോ ഇയാളെ. ഓ, അളിയ വന്നേ. ഇങ്ങോട്ട് നടക്ക്. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. വാങ്ങിക്കോട്ടെ. വണ്ടി എടുക്കണോ? വേഗം വണ്ടി എടുക്ക്. ഇനി ഇവിടെ ശരിയാവില്ല. മനസ്സിന് സുഖമില്ലാതായ എന്ത് ചെയ്യും മനുഷ്യര്? അമ്മ എവിടെ? കണ്ടില്ലല്ലോ. എന്ത് കാണിക്കുന്നു? ഏയ് അളിയ, എന്താ അളിയ ഈ കാണിക്കുന്നൊക്കെ? കാണിക്കും. ഞാൻ തലക്ക് സുഖമില്ലാത്തതാണല്ലടാ. അളിയ, ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലായിരുന്നെങ്കിൽ അളിയനെ അവരെല്ലാരും കൂടെ അച്ചാറിട്ടേനെ. വേണ്ട നീ പലവട്ടം പറഞ്ഞല്ലേ. എന്ത് ധൈര്യത്തില അളിയൻ അവരുടെ ഹോട്ടൽ പെണ്ണുങ്ങളൊക്കെ ഉപദ്രവിച്ചത്? ഉപദ്രവമല്ല, ചവിട്ടി കൂട്ടണല്ലാത്തിനും. ലക്ഷ്മി അവരവിടെ ഒളിപ്പിച്ചിരിക്കുക. വീണ്ടും തുടങ്ങി. എന്റെ അളിയ അത് ലക്ഷ്മി ഇട്ട ചായ ആണെന്ന് അളിയനോട് ആരാ പറഞ്ഞേ? ലക്ഷ്മിക്ക് മാത്രമേ അങ്ങനെ ഒരു ചായ ഇടാൻ അറിയുള്ളൂ. ഇക്കണക്കിന് വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിലെ അളിയൻ ലക്ഷ്മിയെ കണ്ടു എന്ന് പറഞ്ഞൊക്കെ സംശയിക്കേണ്ടി വരുമല്ലോ. സംശയിക്കുന്നവരൊക്കെ സംശയിച്ചോട്ടടാ. പക്ഷേ നരേന്ദ്രൻ തമ്പിയുടെ കണ്ണിനും കാതിനും മൂക്കിനൊക്കെ നല്ല ഫ്രീക്വൻസിയാ. 7 നാഴിക അകലെന്ന് പോലും ലക്ഷ്മിയുടെ ശബ്ദവും ഗന്ധവും തിരിച്ചറിയാനുള്ള കഴിവുണ്ടതിന്. ഇത്തവണ കൃത്യസ്ഥലത്ത് തന്നെയാ നരേന്ദ്രൻ എത്തിയത്. മനസ്സിലായോ? കുടുംബശ്രീയിലെ പെൺപണിയുടെ കാവലുണ്ടവള്, എന്റെ ലക്ഷ്മി. ഈ 24 മണിക്കൂർ തികയും മുൻപേ നരേന്ദ്രൻ തമ്പി അവളെ തൂക്കിയിരിക്കും. കുടുംബശ്രീ തന്നെ എതിർക്കാൻ വന്ന അവിടെയുള്ള പെണ്ണുങ്ങള് ചോര കണ്ട് മരിക്കും. ചോര കണ്ട്. നീ നോക്കിക്കോ. അമ്മു, നീ എന്തിനാ അയാളെ കണ്ടത് അറയ്ക്കകത്ത് കയറി ഒളിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ
നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കണ്ടെന്ന്. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ. പേടിച്ച പെണ്ണുങ്ങൾക്ക് ഒളിക്കാൻ മറ്റൊരു ഭൂമിയൊന്നും ഇല്ല ഈ ലോകത്ത്. എന്ത് വന്നാലും സംഭവിച്ചാലും ഈ മണ്ണിൽ തന്നെ തന്റെ ഇടത്തോടെ നിൽക്കണം. അങ്ങനെയാ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചത്. നീ ഇവിടെ എന്റെ അടുത്തുള്ളിടത്തോളം നിന്റെ കാര്യവും അങ്ങനെ തന്നെയാ. മനസ്സിലായോ? ആ, താഴെ വീണ് കിടക്കുന്ന മലക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടേ അവിടെ ഒന്ന് തുടച്ചേക്ക്. വൈകി ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ബുദ്ധിമുട്ടല്ലേ? ഞാനേ ആ സലീം ഭായെ വിളിച്ച് പറയട്ടെ നിനക്ക് പോകാനുള്ള ടാക്സി ആയിട്ട് വരാൻ. ദേ ഒരു കരച്ചില് തുടങ്ങി വെക്കണ്ട നീ. ചായക്കടയിൽ വരുന്നതും പോകുന്നതും ജോലിക്ക് നിൽക്കുന്നതുമായ ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും മനസ്സിലാക്കിയിട്ടുള്ളവളായി ശാരദ. പക്ഷെ നീ ഒരു അടാറൈറ്റുമാണെന്ന് തിരിച്ചറിഞ്ഞത് വൈകിട്ട. ഇപ്പൊ ഈ ഒളിച്ചുപോക്കും കൂടെ ആയപ്പോ എന്റെ സംശയം സത്യമായി. ഇനി പറ സത്യമായിട്ട് ആരാ നീ? ആ അമ്മു. അതായത് ഒരു അനാഥാലയത്തിൽ വളർന്ന് വൃദ്ധ ദമ്പതികൾ ദത്തെടുത്ത് അവരുടെ മരണശേഷം വീണ്ടും അനാഥയായ അമ്മു എന്ന പാവം പെൺകുട്ടി അല്ലേ? അതെ. അങ്ങനെങ്കി പറ, ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ലേ ആര് കെട്ടി താലിയത്? വേണ്ട, എന്നിൽ നിന്നൊരു അടി കിട്ടാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിന്നെ പോലെ 3 പെൺമക്കളെ പെറ്റവളാ ഞാൻ. എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൾ ഏത് തരക്കാരിയാണെന്ന്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിന്റെ നഖത്തിന്റെ ഇടയിൽ വരെ കള്ളത്തനമാണെന്ന്. എന്നിട്ടും എല്ലാ പെണ്ണുങ്ങളും പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് തന്നെ നീ ശാരദാമ്മയെ വീഴ്ത്തി. നിന്റെ ഈ പൂങ്കണ്ണീരുണ്ട്, ഒപ്പം ഏത് കള്ളത്തിന് മുഖംമൂടിയാക്കാവുന്ന നിന്റെ ഈ നിഷ്കളങ്കമായ മുഖവും, അത് രണ്ടും കൊണ്ടാ നീ എന്നെ ചതിച്ചത്. നീ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ വിശ്വസിപ്പിച്ചത്. വസുമതിയുടെ വീട്ടിലും ഇവിടെ 1-2 വട്ടവും
എനിക്കുണ്ടായ സംശയം സത്യം തന്നെയാണെന്ന് ഇപ്പൊ തെളിഞ്ഞു. ആൾക്കാരെ കാണുമ്പോൾ ഉള്ള നിന്റെ പേടി, ഭയം, മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിരളി, ഇതൊക്കെ ഒരു കുറ്റവാളിയുടെ സൂചനകളായിരുന്നു. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിനക്ക് അഭയം തന്ന് എന്നെ നീ ചതിക്കുകയായിരുന്നു ഇതുവരെ. ഒരിക്കലുമില്ല, ഒരിക്കലും. അമ്മയെ നീ ഇനി അടിച്ചു, എത്ര വേണമെങ്കിലും. പക്ഷെ അമ്മയെ ഞാൻ ചതിച്ചെന്ന് മാത്രം പറയരുത്. കാരണം എന്റെ മനസ്സിലിപ്പോ അമ്മയ്ക്ക് ദൈവത്തിന്റെ സ്ഥാനം. ദൈവത്തെ ആരെങ്കിലും കബളിപ്പിക്കോ? ഇല്ല. ആ കുറ്റബോധം പേര് ജീവിക്കാൻ വിശ്വസിക്കണം. ലക്ഷ്മിക്ക് ഒരമ്മയും അച്ഛനും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് കരുതൽ തന്ന ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ലക്ഷ്മിയോ? അതെ അമ്മ, അമ്മു അല്ല, ലക്ഷ്മിയാണ്. പെരുവണ്ണാപുരത്തിന്റെ സ്വന്തം ലച്ചു. അയാളെ പറഞ്ഞു ധരിപ്പിച്ചു. ഭാഗ്യദേവത കൈവിട്ടു പോവാതിരിക്കാൻ രണ്ടാനമ്മയും മൂത്ത മകൻ അർജുനും ചേർന്ന് തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. എന്നെ പൂട്ടിയിട. ഞങ്ങൾ അവളുടെ വിവാഹം സിറ്റിയിലുള്ള ഒരു പയ്യനുമായിട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുക. ഇതാണ് ലച്ചുവിനെ കെട്ടാൻ പോകുന്ന പയ്യൻ.
പേരും അറിയാത്ത ഏതോ ഒരു പയ്യൻ ലച്ചുവിന്റെ മനസ്സിൽ മോഹോദിപ്പിക്കാനും അവളെ കല്യാണ മണ്ഡപം വരെ എത്തിക്കാനും രണ്ടനമ്മയും കൂട്ടരും ചേർന്ന് പ്രയോഗിച്ചൊരായുധം. അയാൾ ഒരിക്കലും ആ വിവാഹവേദിയിൽ എത്തുമെന്ന് അവര് പക്ഷെ പ്രതീക്ഷിച്ചില്ല. പെരുവണ്ണാപുരം കാക്കുന്ന ദേവി അയാളെ കൃത്യസമയത്ത് അവിടെ എത്തിക്കുക തന്നെ ചെയ്തു. ഏതോ വിധി നിയോഗം പോലെ അതായിരുന്നു. നല്ല കള്ളക്കഥ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ? ആരാണെന്ന് പോലും അറിയാത്ത ഒരു പയ്യന്റെ പേര് വെച്ച് കല്യാണക്കുറി അടിക്കുക, അയാള് തന്നെ കൃത്യസമയത്ത് അവളുടെ കഴുത്തിൽ താലി കെട്ടുക. കഥകളിൽ മാത്രമേ നടക്കൂ മോളെ ഇതൊക്കെ. ചില കഥകളേക്കാൾ വിചിത്രമാണമ്മേ പലപ്പോഴും ജീവിതം. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പിന്നീട് നടന്നതിനെ പറ്റി പറഞ്ഞ അമ്മ ഒട്ടും വിശ്വസിക്കില്ല. മനസ്സിൽ സ്വപ്നങ്ങളുടെ ഒരു തുലാഭാരമായി ആഹ്ലാദം നിറയുന്ന മനസ്സുമായാണ് ഞാൻ സഞ്ജയ്ക്കൊപ്പം നഗരത്തിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷെ ഒരു ഞെട്ടലോടെ പിന്നീട് ഞാൻ തിരിച്ചറിയായിരുന്നു സംഭവിച്ചതെല്ലാം യാദൃശ്ചികമായിരുന്നു എന്ന്. സഞ്ജയ് പ്രണയിച്ചത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു, ഒരിക്കലും എന്നെയല്ല. എന്നിട്ട് സഞ്ജയ് പോലും അറിയാതെ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു കൊടുത്തു. എന്താ മോളെ നീ പറയുന്നത്? താലി കെട്ടിയ പുരുഷനെ ഉപേക്ഷിച്ച് അയാള് പോലും അറിയാതെ പോയിക്കളഞ്ഞെന്നോ? കഴുത്തിലൊരു താലി കെട്ടിയെന്നുള്ള ബന്ധമേ ഉള്ളൂ. അതും ഏതാനും മണിക്കൂറുകൾ നടന്ന നാടകം. മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ മാത്രം. മനസ്സിൽ പെരുന്നത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ആ ബന്ധം എങ്ങനെയാ ശരിയാവുന്നത്? എന്നിട്ട് പോവാനൊരിടമില്ലാതെ പെരുവഴിയായിരുന്നു മുന്നിൽ. എന്ന് തോന്നിച്ച ആ ആശുപത്രി കിടക്കയിലെത്തി ഒരു മാലാക, എന്റെ സ്വന്തം സ്വാതി ചേച്ചി. സ്വാതിയോ? അതെ അമ്മ, നിങ്ങൾ രണ്ടാൾക്കൊപ്പം സ്വാതി ചേച്ചി കണ്ടതുകൊണ്ടാ ഞാൻ വസുമതി ആന്റിയുടെ വീട്ടിൽ വെച്ച് ഒളിഞ്ഞു മാറിക്കളഞ്ഞത്. സ്വാതി നിന്റെ ജീവിതത്തിലെ മാലാഖയാണെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെന്തിനാ അവളെ കണ്ടപ്പോ ഒളിച്ചു മാറിക്കളഞ്ഞത്? അവിടെ ലച്ചുനൊരു കെണി ഒരുക്കി വെക്കായിരുന്നു അമ്മേ. സ്വാതി ചേച്ചിക്ക് എല്ലാമായിരുന്നു ലച്ചു. അങ്ങനെ പറഞ്ഞ പോരാ, ഇപ്പോഴും എല്ലാമാണ്. പക്ഷെ ഞാനിവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നീയും ജീവിക്കും. നീ എന്റെ അനിയത്തിയാ. അതുവരെ എല്ലാം ശരിയായിരുന്നു. പരിധി വിട്ട അടുപ്പം കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നു പറയാറുണ്ടല്ലോ, അതാ അവിടെ സംഭവിച്ചത്. ഇവള് നിന്റെ ആരടി? വിവാഹ നിശ്ചയത്തിനും ശ്രീകുട്ടിയുടെ കൂടെ നീ ഉണ്ടാവാൻ പാടില്ല. ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ എന്റെ മോളുടെ നിഴലായി നിന്നെ പോലൊരു അപശകുനം പാടില്ല. ചേച്ചിയുടെ നിശ്ചയത്തിന് ഞാനവിടെ ഉണ്ടാവരുതെന്നായിരുന്നു ചേച്ചിയുടെ അമ്മയുടെ ആഗ്രഹം. ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയാവണം നിശ്ചയത്തിന് ദിവസങ്ങൾക്ക് മുൻപേ എന്റെ മുത്തശ്ശി മരിച്ചു പോയത്.
മരിച്ചോ? അതെ, മുത്തശ്ശി അവസാനമായിട്ടൊന്ന് കാണാൻ ഓടിയെത്തിയതായിരുന്നു ഞാൻ. പക്ഷെ ഒരു വേട്ടമൃഗത്തെ പോലെ അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ നരേന്ദ്രൻ തമ്പി. മരിച്ചുപോയ അനിയത്തിയെ പോലെ. അതെ. അപ്പോ ആർക്കും നൽകാത്ത സ്ഥാനമാ അവള് നിനക്ക് നൽകിയിരിക്കുന്നത്. ഊരും പേരും അറിയാത്ത ഏതോ ഒരു പെണ്ണിന്. എന്നിട്ടും ഇപ്പോഴും അവള് നിന്നെ കാണാതെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല അമ്മ, എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്നുണ്ടെങ്കിലേ മോളി അമ്മ പറയുന്ന കേൾക്കണം. കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിൽ ചിലപ്പോൾ ചില തെറ്റുകൾ പറ്റും. അനുഭവ പരിചയം കൊണ്ട് അമ്മമാര് പറയുന്നത്. മറ്റുള്ളവരുടെ നന്മയ്ക്കാണെന്ന് കരുതി നമ്മൾ ചിലപ്പോൾ മുറിച്ചു മാറ്റുന്ന ബന്ധങ്ങള് നമ്മളെക്കാൾ കൂടുതൽ അവരെയാകും മുറിവേൽപ്പിക്കുക. നെഞ്ചിലെ ആ മുറിവിലെ ചോര ജീവിതാവസാനം വരെ വാർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈശ്വര, സാരമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഇപ്പൊ മോള് പോയി സമാധാനമായിട്ട് ഉറങ്ങിക്കോ. നാളെ രാവിലെ എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ വേണ്ടെന്ന്. ആരോട്? ശ്രീകുട്ടി റെഡിയായിട്ട് വന്നില്ലേ? നേരം പുലർന്നാൽ മോളുടെ മനസ്സ് മാറുമെന്നാണോ പ്രഭ കരുതിയത്? എങ്കിൽ തെറ്റി. അമ്മൂനെ പറ്റി അറിയാതെ വിവാഹ നിശ്ചയത്തിനില്ലെന്ന അവളുടെ നിലപാടിന് ഒരു മാറ്റം വന്നിട്ടില്ല. അളിയനും കുടുംബവും ഒക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയതായിട്ട് വിളിച്ചു പറഞ്ഞു. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? പ്രഭയ്ക്ക് പ്രഭയുടെ ബന്ധുക്കളാ കാര്യം. എനിക്കും ഉണ്ട് കുറെ ബന്ധുക്കള്. ഞാൻ സഞ്ജുനെ ഒന്ന് വിളിക്കാം. അവൻ അവൾക്ക് കൂട്ടു നിൽക്കല്ലേ. താനൊന്ന് വാ, അവളെ പോയൊന്ന് കാണാം. മകളുടെ കാലെ വീണ് കെഞ്ചാനൊന്നും ഞാനില്ല. അവൾ എന്നെയല്ല, ഞാൻ അവളെ പ്രസവിച്ചത്. മോളെ മോളെ, നിന്റെ ഏതാഗ്രഹത്തിനും അച്ഛൻ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ മറ്റൊരു ചടങ്ങാവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങ്. അച്ഛൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയതാണെന്ന് മോള് കരുതണ്ട. എന്റെ മരണം ഹൃദയം പൊട്ടിയാവും. അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അച്ഛൻ തീരുമാനിക്ക ഞാൻ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേന്ന്. ഓ, കുറ്റം എന്റെ തലയെ കെട്ടിവെക്കാനാണല്ലേ? ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ അതങ്ങ് ഏറ്റല്ലോ. എന്താടി നിനക്ക് അറിയേണ്ടത്? അമ്മൂനെ ഞാൻ ഒഴിവാക്കി വിട്ടതാണെന്നോ?
അതെ, അമ്മു എന്റെ കൂടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാണാൻ അമ്മ ഇഷ്ടപ്പെടുന്നില്ല. അതിനെന്താ ഇത്ര സംശയം? കാണുന്നവരൊക്കെ ഈ പെണ്ണ് ഏതാണെന്ന് ചോദിച്ചാ വീട്ടുപണിക്കാരിയാണെന്ന് പറയാൻ എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. അവളെ എന്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തതും അതുകൊണ്ട് തന്നെയാ. എന്തിനു ഞാനത് മറച്ചു വെക്കണം? ഇത്രയും പോരെ അച്ഛാ? അമ്മ തന്നെയാ അവളെയും ഡ്രൈവറെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവളിങ്ങി വരില്ലേ? കാഞ്ചനെ, ശ്രീകുട്ടി പറയുന്നതിൽ സത്യമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ പ്രഭ വിശ്വസിക്കോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ഡ്രൈവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കൂ. പ്രഭ അത്രയെങ്കിലും ഒന്ന് ചിന്തിക്കും. അല്ലാതെ മോളെ പോലെ അച്ഛനും അത്രയ്ക്ക് അധപ്പതിക്കല്ലേ. നിക്ക്, അമ്മ എന്നെ പ്രസവിച്ച കാര്യം പറയുന്ന കേട്ടു. അമ്മയുടെ മോള് തന്നെയാ ഞാൻ. അമ്മയ്ക്കുള്ള അതേ വാശി എനിക്കുണ്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിവാഹ നിശ്ചയം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അവിടെ അമ്മുനെ കണ്ടില്ലെങ്കിൽ അപ്പു അറിയും സ്വാതി ആരാണെന്ന്. പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് വരുന്നത്? ഞങ്ങളെ അപമാനിക്കാനോ? അമ്മൂനെ വിളിച്ച് അമ്മ എന്റെ കയ്യിൽ ഫോൺ തരണം. എനിക്ക് അവളോട് സംസാരിക്കണം. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ തീരുമാനിക്കും. സലീംഭായി, ഒരു 2 മിനിറ്റ് വണ്ടി തിരിച്ചിട്ടോളൂ കേട്ടോ. ശരി ശാരദാമേ. അമ്മ എവിടെ പോയിരുന്നു? അമ്പലത്തില്. അതെന്താ ഇന്ന് മാത്രം ഞങ്ങളെ ആരെയും വിളിക്കാതെ ഒറ്റയ്ക്കൊരു പോക്ക്? ഒരു വിശേഷ പൂജയുണ്ടായിരുന്നു, ഭാഗ്യസൂക്തം. ആരുടെ പേരില്? ലക്ഷ്മിയുടെ. ലക്ഷ്മിയോ? അതാരാ? ഇവിടെ ഉള്ളത് അമ്മ അല്ലേ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? ഇങ്ങനെയാണെങ്കിലേ അത് വേണ്ടി വരും. അമ്മ എന്ന ലക്ഷ്മിയെ കുറിച്ച് അറിഞ്ഞത് അമ്മ മറച്ചു വെച്ചു അല്ലേ? ഇപ്പൊ ഇതാ അവൾ ഇവിടുന്ന് പറഞ്ഞയക്കാനും പോവാ. അത് പിന്നെ അമ്മ എല്ലാം പറയാം മോളെ. ആദ്യം അവളെ ഇവിടെ നിന്നൊന്നും. ഇനി അമ്മയൊന്നും പറയണ്ട. ലക്ഷ്മി എല്ലാം പറഞ്ഞു ഞങ്ങളോട്. പറഞ്ഞോ? ആ പറഞ്ഞു. എന്തിനാ അമ്മ നമ്മൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നേ? സാഹചര്യങ്ങൾ അങ്ങനെയാ മോളെ. ഇപ്പോ അവളെ കൊണ്ടിപ്പോ ഇവിടെയല്ല ആവശ്യം. എവിടെയാണോ അവള് വേണ്ടത് അവിടേക്ക് തന്നെ പറഞ്ഞയക്കാന്ന് കരുതിയാ മതി മോളെ. അവള് പോകുന്നതിനെതിരൊന്നും പറയരുത്. ഇന്ന് തന്നെ അവക്ക് പോയേ പറ്റൂ. ഇപ്പൊ തന്നെ. അവളെവിടെ? ഇവിടെ ഉണ്ട്. ആഹാ. അമ്മയുടെ മനസ്സ് കണ്ട് ഞങ്ങൾ ഇവിടെ പോകാൻ അണിയിച്ചൊരുക്കി നിർത്തിയിരുന്നതാ. ശ്യാമ രാവിലെ തന്നെ ക്ലാസ്സിൽ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം.
ഇപ്പൊ എന്നെ വിളിച്ചില്ലേ അമ്മയെന്ന്? ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടായ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരെത്ര വലുതായാലും ഒരു വേദന ഉണ്ടാവുമ്പോ അറിയാതെ വിളിച്ചു പോകുന്നത് അമ്മയെന്ന. അങ്ങനെ വേണം മോളുടെ മനസ്സിലും ഒരു ബോധം ഉണ്ടാവാൻ. ലോകത്തിന്റെ ഏതറ്റത്തു പോയാലും എത്ര കഠിന പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും ഈ അമ്മയുടെ മനസ്സ് മോളുടെ കൂടെ ഉണ്ടാവും. ഏത് കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്താൻ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്, ഈ വീട്. ഏത് പാതിരാത്രിയിലും മോളുടെ ഒരു വിളിക്ക് കാതോർത്ത് കിടക്കുന്ന ഒരു അമ്മയും ഉണ്ട് ഇവിടെ, ശാരദാമ്മ. വിശന്നു വലഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരില്ല ചോറും ഇവിടെ നിനക്കുണ്ടാവും. കുടുംബ ശരി. ഓരോ ജീവനും അവർക്ക് ജീവിക്കേണ്ടതായിട്ടുള്ള ഇടങ്ങളുണ്ട് മോളെ. ഇടയ്ക്ക് ചിലർ ചില പ്രത്യേക സ്ഥലങ്ങളിൽ സന്ധിക്കുന്നു എന്ന് മാത്രം. പിരിയേണ്ടവരെന്നായാലും പിരിഞ്ഞേ പറ്റൂ. ഇതങ്ങനെയല്ലമ്മേ. ലക്ഷ്മി ഇനിയും വരും എന്റെ ശാരദാമ്മയുടെ തണലിലേക്ക്. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അറിയില്ല എന്താണെന്ന്.